കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിന്റെ മുറ്റം നിറച്ച് പൂത്തു നിൽക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചെണ്ടുമല്ലി ചെടിയുടെ പരിചരണം, അത് എങ്ങനെ പെട്ടെന്ന് അതിലെ പൂക്കൾ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഒരുപാട് പേർ നമ്മുടെ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ വീട്ടുമുറ്റത്ത് മാത്രം നട്ടുകൊണ്ടിരുന്ന നമ്മുടെ ചെണ്ടുമല്ലി ഇന്ന് വളരെ വ്യാപകമായിട്ട് വാണിജ്യ തോതിൽ ഒരുപാട് പേർ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ചെണ്ടുമല്ലി നിൽക്കുന്ന സ്ഥലങ്ങളിൽ അമിതമായിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ തണ്ടും വേരും ഒക്കെ നശിക്കാൻ കാരണമാകും. അങ്ങനെ വെള്ളം കെട്ടിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചെടിക്ക് രോഗസാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഇതുകൂടാതെ ചെണ്ടുമല്ലിയുടെ വളർച്ചയെയും അത് ബാധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യത്തിന് പൊട്ടാസ്യം ചെടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതാണ്. കാരണം പൊട്ടാസ്യം ഉണ്ടാകുമ്പോഴാണ് ചെടികൾ പെട്ടെന്ന് തന്നെ പൂക്കുകയും വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നത് കേട്ടോ. അഥവാ മണ്ണിൽ നിങ്ങൾ പൊട്ടാസ്യം ചേർത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സൾഫേറ്റ് പൊട്ടാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ വലിപ്പത്തിനും ആരോഗ്യത്തിനും അനുസരിച്ച് 5 ഗ്രാം മുതൽ 10 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി മൊട്ട് പോലും രൂപപ്പെട്ട് തുടങ്ങാത്ത ഒരു തോട്ടമാണെങ്കിൽ മാക്സിമം നമ്മൾ ബ്രാഞ്ചസ് ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ മണ്ണിൽ മ്യൂരട്ടി പൊട്ടാഷ് എന്ന് പറയുന്ന വളം വാങ്ങിയതിനു ശേഷം തടത്തിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ലിറ്ററിൽ 10 ഗ്രാം വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുകൂടാതെ നമുക്ക് മണ്ണിൽ നമ്മൾ ചാണകപ്പൊടി, അതെ, ചാണകപ്പൊടിയും ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. ചാണകപ്പൊടി ചേർക്കുമ്പോൾ അതും നല്ലതാണ്, ജൈവവളമാണ്, നല്ലതാണ്. നമ്മുടെ ചെണ്ടുമല്ലി പെട്ടെന്നൊക്കെ പൂക്കുന്നതിന് ഒക്കെ നല്ലതാണ് കേട്ടോ. ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഈ ചെണ്ടുമല്ലി തണ്ട് അഴുകാറുണ്ട് കേട്ടോ. അത് അമിതമായിട്ട് മഴ ഇങ്ങനെ നിന്ന് തോരാത്ത മഴ നിൽക്കുന്ന സാഹചര്യമാണെങ്കിൽ നമ്മുടെ ചെണ്ടുമല്ലിയുടെ തണ്ട് അഴുകി പോകാറുണ്ട് കേട്ടോ. അങ്ങനെയുള്ള പ്രശ്നമുണ്ടെങ്കിൽ ട്രൈക്കോഡെർമ എന്ന പറയുന്ന ഒരു മിത്രക്കുമ്പിൾ നമ്മുടെ ജൈവ വളത്തോടൊപ്പം മിക്സ് ചെയ്തതിനു ശേഷം തടത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അത് നമ്മൾ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് നമുക്ക് പൂക്കൾ നല്ല രീതിയിൽ കിട്ടും കേട്ടോ. ഇതിൻ്റെ നമ്മുടെ ഈ പറഞ്ഞ രീതിയിലുള്ളതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ അത് അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ കിട്ടുന്ന മാക്സിമം പൂക്കളും നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വരുമാനമായിട്ട് എടുക്കാൻ ശ്രമിക്കണം. നമ്മളിങ്ങനെ നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അതിന് വരുമാനം വേണമല്ലോ. അപ്പോൾ നമ്മൾ അത് നമ്മുടെ ഈ ചെയ്യുന്ന ഈ ഒരു പറമ്പിൽ ചെയ്യുന്ന ഈ ചെടികളെ നമ്മൾ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കണം. അതായത് ആ പൂക്കൾ നിങ്ങൾ എടുത്ത് അത് നിങ്ങൾ കച്ചവടം ചെയ്യണം, അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കണം. അതിനുശേഷം ഈ സ്ഥലത്ത് നമ്മൾ വെറുതെ കളയരുത്. ഈ സ്ഥലം വെറുതെ കളയരുത് ഗൈസ്. അതൊന്നും കാര്യം എന്തെന്ന് വെച്ചാലുണ്ടല്ലോ, നമുക്ക് ഈ മണ്ണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഇതിന്റെ വേരുകളിൽ ഒരുപാട് നല്ല നല്ല വളങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലത്ത് തന്നെ നമുക്ക് വേറെ ഒരുപാട് കൃഷികൾ ചെയ്യാൻ കഴിയും അല്ലേ. ഏറ്റവും നല്ലത് നമ്മൾ ഇവിടെ തക്കാളി കൃഷി ചെയ്യുന്നതാണ്. നമ്മുടെ ഈ ചെണ്ടുമല്ലിയുടെ വേരിലുണ്ടല്ലോ, അതിൽ നമുക്ക് നിമാവിര ശല്യം ഒഴിവാക്കാനുള്ള പ്രധാന കെമിക്കൽസ് ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൃഷി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ചെണ്ടുമല്ലിയുടെ വേരുകളുണ്ടല്ലോ, അത് നമ്മൾ മാക്സിമം ഇളക്കി മണ്ണിൽ കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇളക്കി നല്ല ഇതിലൊന്ന് മറിച്ച് ഇടണം. ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ പറയുന്ന ഈ കൃഷികളൊക്കെ ചെയ്യാം. ഏറ്റവും നല്ലത് നമുക്ക് തക്കാളി കൃഷി ചെയ്യുന്നതായിരിക്കും കേട്ടോ. നാം ഇങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിലെ കീടരോഗങ്ങളുടെ തോത് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ നിന്ന് ചെണ്ടുമല്ലി മാറ്റിയതിനു ശേഷം തക്കാളിയാണ് നടുന്നതെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് ആ തക്കാളിയുടെ വളർച്ചയിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചെണ്ടുമല്ലി കൃഷിത്തോട്ടം ഒരു ചെറിയ കൃഷിത്തോട്ടം, അത് നമ്മുടെ തേവമ്പാറ ക്രിസ്തുകിരൺ സ്കൂളിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ സ്ഥലപരിമിതി ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് ചെണ്ടുമല്ലി കൃഷി ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ മുൻവശത്ത് തന്നെയാണ് ഇത് നല്ല രീതിയിൽ നല്ല തഴച്ച് വളരുന്ന രീതിയിൽ അവർ ചെയ്തിരുന്നത്. അത്രയും പരിപാലനം ഇന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലത് ഞാൻ കാണുന്നതാണ് അവർ ചെയ്യുന്നത്. അവർ രാവിലെയും വൈകുന്നേരമൊക്കെ ഇതിനായിട്ട് കുറേ ടൈം അവർ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെതായ ആ ഒരു ഒരു ഫലമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അത്രയും മനോഹരമായിട്ട് നമ്മുടെ സ്കൂളിൻ്റെ മുൻവശം മൊത്തം കിടക്കുന്നത്.
അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പൂക്കളെ കൊണ്ട് നിറയ്ക്കാനാണെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ പൂക്കൾ കൊണ്ട് നിറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യും. ഞങ്ങൾ പറഞ്ഞ ചെറിയ ചെറിയ ടിപ്സുകളാണ്, നിങ്ങൾക്ക് അറിഞ്ഞ കുറച്ച് ടിപ്സുകളാണ് കേട്ടോ പറഞ്ഞത്. ഈ ടിപ്സുകൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പുരയിടവും നമുക്ക് ഇതുപോലെ പൂക്കൾ കൊണ്ട് നിറയ്ക്കാം. അത് മാത്രമല്ല, പെരട മാത്രമല്ല, നിങ്ങളുടെ മുറ്റത്തും വീട്ടിലും ഇതുപോലെ ഒത്തിരി പൂക്കൾ ഇഷ്ടപ്പെടുന്നവരാണല്ലോ നാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.